ഋഷഭ മോഹൻലാലിന്റെ പാൻ ഇന്ത്യൻ സിനിമ ക്രിസ്മസിന് ഡിസംബർ 25 ക്രിസ്മസിന്റെ അന്ന് വേൾഡ് വൈഡ് റിലീസാണ്. ഇതിന്റെ ട്രെയിലറൊക്കെ എനിക്കൊരു ആവറേജ് ആയിട്ട് എനിക്ക് ട്രെയിലറൊക്കെ തോന്നിയിട്ടുള്ളൂ. വലിയ സംഭവമായിട്ട് തോന്നിയില്ല. പക്ഷെ ഇതിന്റെ പാട്ടുകൾ ജൂക്ക് ബോക്സിനകത്ത് യൂട്യൂബിനകത്ത് വന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് കേട്ടു നോക്കുക. നമ്മുടെ സാം CS ആണ് ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ. നല്ല കിഡിലം പാട്ടുകൾ എന്ന് പറഞ്ഞാൽ നല്ല കിഡിലം പാട്ടുകൾ. നമ്മളൊരു തമിഴ് അല്ലെങ്കിൽ തെലുങ്ക് പടത്തിന്റെ ഇതല്ല, നമ്മുടെ മലയാളത്തിൽ ഇത് കേട്ടാൽ പോലും നല്ല രസമായിട്ടുള്ള പാട്ടുകൾ. നമ്മൾ ബബ്ബബെ കാണുന്ന പോലെയുള്ള ബബ്ബബ പാട്ടുകളല്ല, നല്ല അടിപൊളി പാട്ടുകൾ. നല്ല രസമുണ്ട് അതിനകത്ത് പാട്ടുകൾ കേൾക്കാൻ. ഇതിനകത്ത് പാട്ടുകൾ ഗംഭീരമാണ്. അതിന്റെ വിഷ്വൽസും VFXും എല്ലാം ഗംഭീരമായി വന്ന് അതിന്റെ കണ്ടന്റ് നല്ല കണ്ടന്റ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. കണ്ടന്റ് കൂടെ നന്നായാൽ മോഹൻലാൽ അഭിനയിച്ച് തകർക്കും എന്നുള്ളതിൽ സംശയമില്ല. പിന്നെ ഹിസ്റ്റോറിക്കൽ പടമാണ്. മോഹൻലാലിന്റെ ഡയലോഗ് ഡെലിവറി മാത്രമേ ഉള്ളൂ അതിനകത്തൊരു ഒരു പ്രശ്നം. തെലുങ്കിൽ അത് പ്രശ്നമില്ലായിരിക്കും ഒരു പക്ഷേ, മലയാളത്തിലോട്ടൊക്കെ ഡബ് ചെയ്യുമ്പോൾ. കാരണം ഇതെല്ലാം ഒത്തുവന്നാൽ എല്ലാം നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഇത് മോഹൻലാലിന്റെ ചിലപ്പം പ്രതീക്ഷിക്കാത്തൊരു ഗംഭീര കളക്ഷൻ നേടുന്ന ചിത്രമാകാൻ ചാൻസ് ഉണ്ട്. കാരണം വേൾഡ് വൈഡ് ആണ്. പ്രത്യേകിച്ച് തെലുങ്കിന് ഭയങ്കര മാർക്കറ്റാണ്. പ്രത്യേകിച്ച് 2025 മോഹൻലാലിന്റെ വർഷമാണ്. എമ്പുരാനും തുടരും ഹൃദയപൂർവ്വം എല്ലാം കൊണ്ട് അടിച്ച് പൊളിച്ചിരിക്കുന്ന മോഹൻലാലിന് ക്രിസ്മസിൽ എല്ലാവർക്കും കൊടുക്കാവുന്ന ഒരു പാൻ ഇന്ത്യയിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ക്രിസ്മസ് സമ്മാനമായിട്ടാണ് വരുന്നത്. എന്തായാലും പാട്ടുകൾക്ക് എടുക്കണമാണ്, അതിന് സംശയം വേണ്ട. കേട്ട് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറഞ്ഞോളൂ. കേൾക്കാതെ അഭിപ്രായം പറയാതെ കേട്ട് നോക്കിയിട്ട് അഭിപ്രായം പറയുക. ബാക്കി പടം നമുക്ക് ഡിസംബർ 25 കാണാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള അഭിപ്രായങ്ങൾ പറയാം.